എല്ലാ ദേവന്മാരും അങ്ങനെ ഞങ്ങൾക്ക് അല്ലെ അനുഗ്രഹ പ്രാപ്തിയാക്കണം എന്നിരിക്കുന്ന ഭയഭക്തിയോട് കൂടി നടന്ന ഭജന സേവ അല്ലെ. ആ ഭജന സേവ ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ ആ പ്രകാരം തന്നെ ഭജന സേവ ഇവിടെ നടന്നു അല്ലെ. ആ നടനം ആ പ്രകാരം തന്നെ ആ ഭജന സേവ പ്രാരംഭിച്ച മുഹൂർത്തം എങ്ങനെ അതിരാവിലെ പ്രാരംഭിച്ചില്ലേ അല്ലെ. ആ പ്രാരംഭിച്ചിട്ട് അതിനെ മംഗളകാര്യം നടക്കുമ്പോൾ എല്ലാ സമിതിക്കാരും ഇവിടെ വേണം കേട്ടോ. അവര് അവിടത്തേക്ക് അങ്ങനെ വന്നിട്ട് മംഗളകാര്യം ചെയ്തു പോകുന്നത് ശരിയല്ല കേട്ടോ. അതിലൊരു പൂജ ചെയ്തിട്ട് ഒരു നന്ദാദീപ കത്തിച്ചിട്ട് ഫലപുഷ്പാദികൾ വെച്ചിട്ട് അല്ലേ, അങ്ങനെയല്ലേ അതിന്റെ ഒരു ക്രമം അല്ലേ. അല്ല ഇവിടെ കൊടിയില ഇട്ടിട്ട് അല്ലേ, കേക്ക് പടിഞ്ഞാറ് കൊടിയില ഇട്ടിട്ട് അല്ലേ, ഒരു ഗണപതി ദേവനൊരു അല്ലേ സുത്തി എന്നിരിക്കുന്നതായി വെച്ചിട്ട് പല പുഷ്പാദികളെല്ലാം വെച്ചിട്ട് അല്ലേ, അതൊരു മംഗളകാര്യം. ആ മംഗള നടക്കുമ്പോ എല്ലാ സമിതിക്കാരും അല്ലേ. അപ്പം നിങ്ങൾ ചെയ്ത ആ കാര്യം പൂർത്തിയായി നിൽക്കുന്നത് അല്ലേ. അതുപോലെ അല്ലേ അങ്ങനെ തന്നെ നടന്നോളൂ കേട്ടോ. അല്ലെ ഒരു കാര്യം ചെയ്യുമ്പോ അത് പൂർണ്ണ രൂപത്തിൽ എത്തണമെങ്കിൽ അങ്ങനെ ഒരു കർമ്മമുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്തോളൂ അല്ലെ. തെറ്റ് വന്നതിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുളിക അജ്ജൻ ഞാൻ കേട്ടോ. അതിനെ പറഞ്ഞു കൊടുത്ത് അതേപോലെ ഇനി നടന്നോളൂ. ഭജന സേവി ഇതല്ല, ഇതിനായിട്ട് മേത്ര ഇവിടത്തേക്ക് വരും കേട്ടോ. എല്ലാവരും നിങ്ങൾ വന്നിട്ട് സേവ ചെയ്യാനുള്ള അവർക്കൊരു അവകാശം കൊടുത്തോളൂ. അതേപോലെ തന്നെ അതത് ക്രമ പോലെ അത് അങ്ങനെ നടപ്പിച്ചോളൂ കേട്ടോ. അവിടത്തേക്ക് യാതൊരു കഷ്ടങ്ങൾ കാർപ്പണ്യങ്ങൾ വരത്തക്കവണ്ണം ഭജന സേവയിൽ എങ്ങനെ ആ ദൈവദേവന്മാർ എങ്ങനെ ഭക്തിയോട് അനുഗ്രഹിച്ചിട്ടുള്ള അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല ഐശ്വര്യത്തോട് ജീവിക്കാനുള്ള മുഹൂർത്തങ്ങൾ ദൈവകുളിക്കാൻ. അപ്പോ സത്യത്തിന് 3 വാക്ക് പറഞ്ഞിട്ട് എന്റേതായ ആ ധൈര്യത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് 19 വാക്കിൽ എന്റെ കണ്ണിലായിക്കൊള്ളുന്നേ.